കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ. ഇക്കുറി ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. ഇതിനിടെ BJPയും ചില കണക്കുകൂട്ടലുകളിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 10ലേറെ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു BJP. എന്നാൽ പോളിംഗിന് ശേഷം ആ ആത്മവിശ്വാസം കുറവാണ്. സംസ്ഥാനത്തെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ താമര വിരിയുമെന്ന് BJP കോർ കമ്മിറ്റിയുടെ വിലയിരുത്തലുകൾ പുറത്തുവരുമ്പോൾ താഴെത്തട്ടിലെ കണക്കുകൾ അത്ര ശുഭകരമല്ലെന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ഭരണവിരുദ്ധ വികാരവും മുസ്ലിം വോട്ടുകളുടെ UDF അനുകൂല ധ്രുവീകരണവും BJPയുടെ പല കോട്ടകളിലും വിള്ളൽ വീഴ്ത്തിയെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ BJP കേന്ദ്രങ്ങൾ പുറത്തുവിട്ട പട്ടിക പ്രകാരം 12 മണ്ഡലങ്ങളിലാണ് പാർട്ടിക്ക് വിജയ സാധ്യതയുള്ളത്. പട്ടിക ഇപ്രകാരമാണ്: നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, കുന്നത്തുനാട്, തൃശൂർ, മണലൂർ, നാട്ടിക, മലമ്പുഴ, പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം. അതേസമയം ഇതിലേറ്റവും കൗതുകകരമായ വസ്തുത BJPക്ക് ശക്തമായ സ്വാധീനമുണ്ടെന്ന് കരുതുന്ന വട്ടിയൂർക്കാവ്, പൂഞ്ഞാർ, പാല, തിരുവല്ല എന്നീ മണ്ഡലങ്ങൾ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ ഈ 12 സീറ്റുകളിലെ അവകാശവാദം വെറും രാഷ്ട്രീയ അടവാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് സംശയവും ഉണ്ട്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം UDFന് അനുകൂലമായ ഒരു തരംഗം ആഞ്ഞുവീശിയെന്നാണ് തെരഞ്ഞെടുപ്പ് പൾസ് സൂചിപ്പിക്കുന്നത്. മലബാറിൽ മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി UDFന് പിന്നിൽ അണിനിരന്നത് BJPയുടെ പല സ്വപ്നങ്ങളെയും തകർത്തു. പിണറായി സർക്കാരിനോടുള്ള കടുത്ത വിരോധവും ദേശീയ രാഷ്ട്രീയത്തിലെ BJP വിരുദ്ധ നിലപാടും ചേർന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും കൈപ്പത്തി അടയാളത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഈ കാറ്റ് അതിശക്തമായാൽ UDF 90 മുതൽ 100 സീറ്റുകൾ വരെ നേടിയേക്കാമെന്ന നിഗമനവും ശക്തമാണ്. BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റത് ഉറച്ച വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന മഞ്ചേശ്വരത്തും പാലക്കാട്ടുമാണ്. മഞ്ചേശ്വരത്ത് BJP വിരുദ്ധ വോട്ടുകൾ ലീഗ് സ്ഥാനാർത്ഥി AKM അഷ്റഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ LDF സ്ഥാനാർത്ഥി ചിത്രത്തിന് പുറത്തായി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ലീഗ് സ്ഥാനാർത്ഥി കേവല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പാലക്കാട്ടെ സ്ഥിതിയും ഭിന്നമല്ല. മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി രമേശ് പിഷാരടിക്ക് അനുകൂലമായി ധ്രുവീകരിക്കപ്പെടുന്നു എന്നതാണ് സൂചന. ഇതോടെ CPMന്റെ മുസ്ലിം സ്ഥാനാർത്ഥി പരീക്ഷണം ദയനീയമായി പരാജയപ്പെട്ടു. അഗ്രഹാരങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ UDFന് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന്റെ മോഹം പൊലിയും. നേമത്തും കഴക്കൂട്ടത്തും ത്രികോണപ്പോരിൽ പ്രതീക്ഷ. BJPക്ക് എപ്പോഴും വിജയസാധ്യത കൽപ്പിക്കുന്നത് നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ്. ഇവിടെ BJPക്ക് തുണയാകുന്നത് BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആകുന്നു എന്നതാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറിനെ തോൽപ്പിക്കാൻ ശിവൻകുട്ടിയാണോ ശബരിനാഥനാണോ മികച്ചത് എന്ന കാര്യത്തിൽ വോട്ടർമാർക്കിടയിലുണ്ടായ ആശയക്കുഴപ്പം BJPക്ക് ഗുണകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. മുസ്ലിം വോട്ടുകൾ ഇവർക്കിടയിൽ വീതിക്കപ്പെട്ടതോടെ രാജീവ് ചന്ദ്രശേഖർ സുരക്ഷിതമായ ലീഡിലേക്ക് എത്തിയേക്കാം. കഴക്കൂട്ടത്ത് മുരളീധരനെ തടയാൻ കടകംപള്ളിക്ക് കഴിയുമെന്ന് ഒരു വിഭാഗം വിശ്വസിച്ചപ്പോൾ ശരത്ചന്ദ്ര പ്രസാദാണ് ഉചിതമെന്ന് മറ്റൊരു വിഭാഗം കരുതി. ഇവിടെയും വോട്ടുകൾ വിഭജിക്കപ്പെട്ടത് BJPയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് കണക്കാക്കുന്നത്. തൃശൂരിൽ BJPയും UDFും തമ്മിലാണ് കടുത്ത പോരാട്ടം. LDF സ്ഥാനാർത്ഥി ഇവിടെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതായാണ് റിപ്പോർട്ട്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ മുന്നിലെത്തിയേക്കും. എന്നാൽ 2ാം സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് BJPയും LDFും തമ്മിൽ നടക്കുന്നത്. കുന്നത്തുനാട്ടിൽ UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ വ്യക്തമായ മേൽക്കൈ നേടുന്നു. 2020 സ്ഥാനാർത്ഥി 2ാമതും LDF 3ാമതും എത്തുന്ന വിചിത്രമായ സാഹചര്യം ഇവിടെയുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലാകട്ടെ CP ജോണിനാണ് വിജയസാധ്യത. BJPയുടെ കരമന ജയൻ 2ാമതെത്താൻ സാധ്യതയുണ്ട് താനും. പതിവ് ശൈലിയിൽ നിന്ന് മാറി BJP ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന മണ്ഡലമായി തിരുവല്ല മാറും. ഇവിടെ LDFും BJPയും തമ്മിലാണ് 2ാം സ്ഥാനത്തിന് വേണ്ടി പോരാട്ടം. പാലായിൽ മാണി സി കാപ്പൻ മുന്നിലെത്തിയപ്പോൾ പൂഞ്ഞാറിൽ PC ജോർജും UDFും തമ്മിലാണ് അന്തിമ പോരാട്ടം.